Okay. Now, we will breathing and exchange of gases. Very കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. ഭയങ്കര ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണേ, വാട്ട് എക്സാക്ട്ലി ആർ വി ഗോയിങ് ടു സ്റ്റഡി ഇസ് വാട്ട് ഇസ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ്. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, അത് മാത്രമല്ല റെസ്പിറേഷൻ എന്ന് പറയാം. എന്തിനാ ഈ ബ്രീത്ത് ഇൻ ചെയ്യണേ, എന്തിനാ ഈ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദ റെസ്പിറേഷൻ. വാട്ട് ഈസ് ബീങ് യൂസ്ഡ്, അതായത് ഈ ഓക്സിജൻ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില്, ഹൗ ഇസ് ഇറ്റ് യൂസ്ഡ്. ഓക്കെ, ഇത് നമ്മൾ സി വി നോ ദാറ്റ് ഓക്സിജൻ ഇസ് നെസസറി ഫോർ എനർജി റിലീസ്. ഹൗ ഇസ് ദിസ് പെർട്ടിക്കുലർ ഓക്സിജൻ യൂസ്ഡ് ഫോർ എനർജി റിലീസ്, ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. What are the mechanisms of breathing? What are the organs which are used in breathing? അതേപോലെ തന്നെ how is this oxygen taken to all the cells? How is carbon dioxide taken from all the cells and given back to the lungs? അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കും. And moreover, how is respiration regulated and disorders of respiration എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണെ. Alright. So coming again, നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് എന്താണ് respiration or at terms there are two steps of respiration. The first one is going to be breathing. Okay, breathing, this is external respiration, breathing. Okay, and the second one is going to be cellular respiration. So this cellular respiration എന്ന് പറയുന്നതാണ് which actually releases the energy. Breathing എന്ന് പറയുന്നത്, this is more of a mechanism. What kind of mechanism is this? This helps in taking in oxygen from the atmosphere and taking it to the lungs, and from the lungs to all the cells. ഇതാണ് breathing in the first part. Then taking carbon dioxide from all the cells and bringing it back to the lungs, and from the lungs, putting it outside. This is the second part of the breathing, external respiration. Now, oxygen നമ്മള് ലങ്സിൽ കയറ്റി, ലങ്സിൽ നിന്നും we are transferring that to all the cells. What does the cell do? Cell is using it for respiration. അതിനാൽ വീഡിയോ ഓൺ ചെയ്തിരിക്കും മോനെ. എത്ര തവണയാണ് കുട്ടികളെ നിങ്ങളുടെ പറയണേ? Okay, അപ്പൊ so what is happening ഒന്ന് നോക്കിയുടെ കുട്ടികളെ, ഓരോ സെല്ലും എടുത്തു എന്ന് വിചാരിച്ചു, ഓരോ സെല്ലിലുണ്ട് ഓക്സിജൻ ഇതിന്റെ ഉള്ളിലേക്ക് എത്തി. ഓക്കെ, ആ കഥയൊക്കെ നമ്മൾ പഠിക്കും. ഓക്സിജൻ മാത്രല്ല തന്നെ ബ്ലഡ് വഴിയിട്ട് ഓക്സിജൻ ഇറ്റ് ഇസ് എൻറ്ററിങ്. നൗ ബ്ലഡ് ഇസ് ഓൾസോ ബ്രിങ്ങിങ് ഇൻ യുവർ ചപ്പാത്തി, ബട്ട് ചപ്പാത്തി ഇസ് നോട്ട് ബ്രോട്ട് ആസ് ചപ്പാത്തി. ചപ്പാത്തി ഈസ് ഡൈജസ്റ്റഡ്. ആരാ ഡൈജസ്റ്റ് ചെയ്ത്, നമ്മൾ ആ കഥ പഠിച്ചു. ഡൈജസ്റ്റ് ചെയ്തത് ആരാടെ കുട്ടികളെ ചപ്പാത്തി ഡൈജസ്റ്റ് ചെയ്ത് പറഞ്ഞേ, നിങ്ങളുടെ ഏത് ഭാഗമാണ് ഡൈജസ്റ്റ് ചെയ്തത്? എന്താ? സലൈവറി അമിലേസ് 30%, വെറും 30% ചപ്പാത്തിയെ ഡൈജസ്റ്റ് ചെയ്തു. ബാക്കി 70% ഡൈജസ്റ്റ് ആയത് എവിടെയാ? സ്റ്റൊമക്ക്. നന്നായി. ഡൈജഷൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് രാമൻ ആരാന്ന് ചോദിക്കണ പോലെ ഉണ്ട് മഹാഭാരതത്തിന്റെ ഉള്ളില്. അടിപൊളി. സ്റ്റൊമക്കിലെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കില്ല. സ്റ്റൊമക്കിലെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കില്ല. വേറെ എവിടെയാ നടക്കുക? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കണേ. Small intestine carbohydrate is getting converted into glucose. Carbohydrate is getting converted into glucose. So that glucose is also going to come in through the blood. Blood vadi glucose wherever, and glucose is going to jump into all the cells. And inside the cell, what happens? Nutrient molecules like glucose is going to react with oxygen and energy is released. Say എന്താ സംഭവിക്കണ വെച്ചാൽ, നിങ്ങൾ ഒരു പേപ്പർ കത്തിക്കാന്ന് വിചാരിച്ചു. Simply you are actually burning paper. What is being released? Heat energy is being released. Light energy is being released. What is meant by kattikkuka of paper? What exactly is happening? That is a kind of a chemical reaction. What chemical reaction? Paper has carbon in it. Paper has carbon in it. That is reacting with oxygen and releasing energy plus carbon dioxide. Same thing is happening with the glucose. Glucose is reacting with oxygen and energy is released, except for the fact that നമ്മുടെ ഉള്ളില് ഫയർ അല്ല ഉണ്ടാവുന്നത്. Instead the energy is released step by step by step. പതുക്കെ റിലീസ് ആയിട്ട് this energy is trapped in chemical bonds of a molecule known as ATP. ATP യുടെ full form എന്താ? Very important. Adenosine
triphosphate. Phosphate. Okay, adenosine triphosphate. ഇതൊരു phosphate group, ഇതൊരു phosphate group, ഇതൊരു phosphate group. ഈ ബോണ്ടുകളിലാണ് എനർജി സ്റ്റോർ ആവണേ. As and when you require energy, this bond is broken and that energy is released. Okay, that energy is released and used up for, you know, you are running or some chemical reaction or something like that. Okay, ഇതാണ് നമ്മുടെ സംഭവം, ഇതാണ് ഉള്ളിൽ നടക്കുന്നത്. So your nutrient is brought in after digestion by the blood and it is transferred to the cell. എന്നിട്ട് എന്താ സംഭവിക്കുക? ഓക്സിജൻ is also brought in. ഓക്സിജൻ എവിടെ നിന്നാ കൊണ്ടുവരണേ? ലങ്സ് നിന്നാ കൊണ്ടുവരണേ. ലങ്സിൽ നിന്ന് ആരാ കൊണ്ടെത്തിക്കണേ? ബസ്സാണോ? ബസ്സല്ല. ആരാ എത്തിക്കണേ? Oxygen. Adnan, for God's sake, don't switch off your video. Doesn't matter. Amma poragil vandal, achan poragil vandal, it doesn't matter. I don't understand. This is a simple instruction, guys. Okay, upper glucose and the പറയുന്നത് it is actually produced and transported to the cells. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാവും. That energy is going to be trapped into the ATP and byproducts എന്തൊക്കെ ഉണ്ടാവുക? Carbon dioxide and water is going to be the byproducts. Carbon dioxide has to be eliminated by the process of breathing itself. Okay, so ഈ റിയാക്ഷനെയാണ്, അതായത് ഗ്ലൂക്കോസും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷനെയാണ് സെല്ലുലർ റെസ്പിറേഷൻ എന്ന് നമ്മൾ പറയാം. സെല്ലുലർ റെസ്പിറേഷൻ. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ സെൽ, ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് യുവർ ബോഡി, അതിനെയാണ് നമ്മൾ സെല്ലുലർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. സുഹാന. Now coming again to breathing. Okay, breathing എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോന്നായിട്ട് നോക്കട്ടെ. അപ്പൊ ബ്രീതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ. എവിടെ നിന്ന് ഓക്സിജൻ കിട്ടണേ? അറ്റ്മോസ്ഫിയറിൽ നിന്നും വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ അകത്ത് കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കിട്ടുക. ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദ സെൽ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽ. ഇവരുടെ എക്സ്ചേഞ്ചിനെയാണ് ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് ഇവിടെ കിടക്കണ ഫുഡ് വിച്ച് ഇസ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. ഇറ്റ് ഇസ് ടേക്കൺ ടു ദ സെൽ. Oxygen, it is taken into the lungs by breathing and it is diffused to the blood and transported to the cell. അവിടെ cellular respiration നടക്കും. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ചാടി കയറിയിട്ട് എന്ത് ചെയ്യും? ലങ്സിലേക്ക് പോകും. ലങ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഓക്കെ, ഇതാണ് സംഭവിക്കാൻ പോണെ. Now coming to respiration. Respiration എന്താ? It is a life process. Assimilated ഫുഡിനെ, ഉപയോഗിക്കുന്ന ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യുക. Digest ചെയ്തു. That is being used. That particular food is being used somehow. എങ്ങനെയൊക്കെ ഫുഡിനെ യൂസ് ചെയ്യാം? ഡൈജസ്റ്റഡ് ഫുഡിനെ. It can either be used to release energy. It can either be used to build up your body. Okay, build up your body. Okay, അപ്പൊ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇതിൽ എന്താ പഠിക്കണേ? എനർജി റിലീസ് ചെയ്യുന്ന കഥ ആണ് പഠിക്കണേ. So what are the steps which are included? So first and foremost step is എന്താണ്? ഓക്സിജനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും എടുക്കണം. ഫുഡിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കണം. ഒന്ന്, ഓക്സിജൻ is taken from the surrounding, food is oxidized, energy is released and carbon dioxide is eliminated. ഇത്രയേ ഉള്ളൂ. ഫുഡ് ഓക്സിജൻ എടുത്തു, ഫുഡിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചു. ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അതല്ലാതെ നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരിക്കുക. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ is known as a kind of oxidation. അങ്ങനെ ഓക്സിജനുമായിട്ട് റിലീസ് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എനർജി റിലീസ് ആവും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ആവും. റെസ്പിറേഷൻ രണ്ട് ടൈപ്പ്, രണ്ട് സ്റ്റെപ്സ്, രണ്ട് പ്രോസസ് ഉണ്ട്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ വിച്ച് ഇസ് ബ്രീത്തിങ്, ഇന്റേണൽ റെസ്പിറേഷൻ വിച്ച് ഇസ് സെല്ലുലർ റെസ്പിറേഷൻ. ഇതാണ് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രിഫറബിളി ലെക്ചർ നോട്ട് എഴുതണം. ഓൾറൈറ്റ്, now coming again to respiratory organs. അപ്പൊ മനുഷ്യന് മാത്രമല്ല, കുറേ ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ള ചേട്ടന്മാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഈ റെസ്പിറേറ്ററി ഓർഗൻസ് നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞിട്ട് ഈ റെസ്പിറേറ്ററി ഓർഗൻസ് ഞാൻ എടുക്കാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, മനസ്സിലാവില്ല പകുതി കൂടുതലും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഓടിച്ചൊന്ന് പറഞ്ഞുതരാം, മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, കാരണം ഇതിൽ കുറേ വാക്കുകളുണ്ട്, അതിൽ പലതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നിട്ട്, അതായത് ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും വി വിൽ കം ടു ദിസ് ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ സാധനങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് റെസ്പിറേഷൻ എങ്ങനെ നടക്കും? അതായത് റെസ്പിറേഷന്റെ ഹോൾ ലക്ഷ്യം എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ എയിം ഓഫ് റെസ്പിറേഷൻ? ജസ്റ്റ് ദാറ്റ് what I mean by respiration is first step of respiration, which is breathing. See, somehow the organism has to take in oxygen into its body. Somehow it has to eliminate carbon dioxide. ഇതാണ്
ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷന്റെ പരമമായ ആവശ്യം. ഓക്കെ, റോ മെറ്റീരിയൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യുവർ ബോഡി ഈസ് വെരി സ്മോൾ ലൈക്ക് എൻ അമീബ, ലൈക്ക് പാരമീഷ്യം, ഒറ്റ സെല്ലുള്ളൂ. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ സ്വീറ്റ് കുട്ടി സാധനം, ഒറ്റ സാധനമേ ഉള്ളൂ, കുഞ്ഞു ബോഡി, സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്സിജൻ വിൽ സിംപ്ലി ഡിഫ്യൂസ്. സി അറ്റ്മോസ്ഫിയറില്, see this is an amoeba, this is an amoeba. Oxygen content is more over here. Say I have 5 oxygen molecule, here I have only 1 oxygen molecule, so oxygen will feel bad. ഞാൻ പുറത്താണല്ലോ കൂടുതല്, നമുക്ക് ഇക്വാലിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് ചാടും. ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. നൗ ഉള്ളിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ലോട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് there. But പുറത്ത് ഒരു കാർബൺ ഡൈ ഓക്സൈഡേ ഉള്ളൂ. Again carbon dioxide also will feel that we need equality. I have to move out from higher concentration to lower concentration. Diffusion is what? Simple movement of substances from higher concentration to lower concentration. Which this particular movement is spontaneous. Spontaneous എന്ന് പറഞ്ഞാൽ ആരും തള്ളി കയറ്റി പറഞ്ഞു വിടുമൊന്നും വേണ്ട, തനിയെ നടന്നോളും, എനർജി എക്സ്പെൻഡിച്ചർ ഒന്നുമില്ല. This is a spontaneous movement. ആരൊക്കെ എങ്ങനെ ചെയ്യാ? അമീബ ഇസ് there, പാരമീഷ്യം ഇസ് there, ഫ്ലാറ്റ് worms എന്ന് പറയുന്ന worms ഉണ്ട്, സീലൻട്രേറ്റ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ, സ്പോഞ്ചസ്, വെരി വെരി rudimentary form of animals. Sponges are the only animals, only people in the animal kingdom who do not move. Movement ഇല്ല sponges. We are going to study about them. Earthworm നമ്മുടെ മണ്ണിരയ്ക്ക് എങ്ങനെയാണ്? സ്കിന്ന് വഴി. മണ്ണിര എന്ന് പറയുന്നത് യൂണിസെല്ലുലർ അല്ല, അത് സ്കിന്ന് വഴിയാ നടക്കാം. മോയിസ്റ്റ് സ്കിൻ, സ്കിന്നിന്റെ പുറത്ത് ക്യൂട്ടിക്കിൾ കവറിംഗ് ഉണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന കെമിക്കലിന്റെ കവറിംഗ് ഉണ്ട്. അപ്പൊ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എയർ എക്സ്ചേഞ്ച് നടക്കും, ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കും. ഇൻസെക്ട്സ് എങ്ങനെയാ നടക്കുക? ഇൻസെക്ട്സ് നമുക്കറിയാവുന്ന സാധനങ്ങളാണ്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ്. ഇതാണ് ട്യൂബ്, ഇതാണ് ഇൻസെക്ട് എന്ന് വിചാരിച്ചോ. ഇൻസെക്ട് ബിലോങ്സ് ടു ആർത്രോപോഡ് ഫാമിലി. ഇൻസെക്ട്സ് എന്ത് ഫാമിലിയിലുള്ളത്? ആർത്രോപോഡ് ഫാമിലി. അവർക്ക് കുറെ ട്യൂബ്സ് ഉണ്ട്. ഇത് കണ്ട ഉള്ളിൽ ഇഷ്ടംപോലെ ട്യൂബ്സ് ഉണ്ട്. ദേ കിടക്കണ ഒരു ട്യൂബ്, ദേ ഒരു ട്യൂബ്, ദേ ഒരു ട്യൂബ്, ദേ ഒരു ട്യൂബ്, ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് ട്യൂബ് ഉണ്ടാവും. ആൻഡ് ആ ട്യൂബിന് കുറെ ഓപ്പണിങ്സ് ഉണ്ടാവും. ഇവിടെ ഒരു ഓപ്പണിംഗ്, ദിസ് ഇസ് എ ഓപ്പണിംഗ്, ഇവിടെ ഒരു ഓപ്പണിംഗ്, ഇവിടെ ഒരു ഓപ്പണിംഗ്. ആൻഡ് ഈ ട്യൂബ് ഉള്ളിലേക്ക് കടക്കുന്നുണ്ടാവും. ഈ ഓട്ടകൾ വഴി, ട്യൂബ്സ് വഴിയായിരിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ആരും വിഷമിക്കണ്ട. ഓക്കെ, തൽക്കാലം ഒന്ന് അവെയർ ആയിട്ട് ഇരുന്നാൽ മതി. ഇൻസെക്ട് ബിലോങ്സ് ടു ആർത്രോപോഡ് ഫാമിലി. ഇവർക്ക് എങ്ങനെയാ ഓക്സിജൻ കിട്ടുക? ഇവർക്ക് കിട്ടുന്നത് ട്രക്കിയ വഴി. ഇവർക്ക് കിട്ടുന്ന ട്യൂബ്സ് ആണ്, ലോട്ട് ഓഫ് ട്യൂബ്സ് ആണ്. ആ ട്യൂബ്സിന്റെ പേരാണ് ട്രക്കിയ വഴിയാണ് കിട്ടണം. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, പക്ഷെ ഭയങ്കര പാരസിറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഏത് ഓർഗാനിസം ഉള്ളത്? ടെറസ്ട്രിയൽ ആർത്രോപോഡ്സ്, മൊളസ്ക് എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. ഓക്കെ, ആർത്രോപോഡ്സ് എന്ന് പറയുന്നത് ജനറൽ, നോക്കിക്കോ ഒന്നുകൂടി പറയട്ടെ, ഇവിടെ നമ്മൾ വിട്ടു. ഇൻസെക്ട്, ഓക്കെ, ഇൻസെക്ട് നമ്മൾ കഴിഞ്ഞു. ഇനി അക്വാട്ടിക് ആർത്രോപോഡ്സും അതേപോലെ തന്നെ മൊളസ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരൊക്കെ എങ്ങനെയാണ്? ദീസ് ആർ ഓക്കെ, അക്വാട്ടിക് ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബിലോങ് ടു വെള്ളത്തിലുള്ള കൈൻഡ് ഓഫ് ഇൻസെക്ടിന്റെ ഫാമിലിയിലുള്ള ടീംസ്. ഇൻസെക്ട് പോലത്തെ ഫാമിലി, ഇൻസെക്ടിന്റെ ഫാമിലിയാണ് ആർത്രോപോഡ് ഫാമിലി എന്ന് പറയാം. വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് ആർത്രോപോഡ്സ്. അതേപോലെ മൊളസ്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു കക്ക പോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ് മൊളസ്ക് എന്ന് പറയുന്ന ഫാമിലി. മൊളസ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, അവർക്ക് ഗിൽസ് ആണ്, ബിക്കോസ് ദേ ആർ അക്വാട്ടിക് ഇൻ നേച്ചർ. ഗിൽസ് എന്ന് പറയുന്നത് എന്താ? ഫിഷ് കഴിക്കുന്നവർക്ക് അറിയാല്ലേ ഗിൽസ് എന്ന് പറയുന്നത് എന്താ സാധനം? ഓക്കെ, ദീസ് ആർ ഗിൽസ് വിച്ച് ആർ ദേർ. ഇതാണ് ഗിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗിൽസ് വഴിയായിരിക്കും അവർ ചെയ്യുന്നത്. ആരെയാ നമ്മൾ പറഞ്ഞേ? അക്വാട്ടിക് ആർത്രോപോഡ്സിനും മൊളസ്കിനും. ഓക്കെ, അതേസമയം ടെറസ്ട്രിയൽ ആർത്രോപോഡ്സും മൊളസ്ക് കുറെ വിഭാഗത്തിലുള്ളവർക്ക് ദേ ഹാവ് ലങ്സ്. ഓക്കെ, ലങ്സിന്റെ വേറൊരു പേരാണ് ലങ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വാസ്കുലറൈസ്ഡ് ബാഗ്സ് നോൺ ആസ് ലങ്സ്. ഇവിടെ വാസ്കുലറൈസ്ഡ് ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരു ബാഗ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ ബാഗിനെ ഞാൻ വേറെ കളറിൽ നോക്കിക്കോ. ഇതൊരു ബാഗ് ആണെന്ന് വിചാരിച്ചോ. ലങ്സിന്റെ ഒരു ബാഗ്, ഒരു കൊച്ചു ബാഗ്, അങ്ങനെ കുറെ ബാഗുകൾ നമ്മൾ പറയാൻ പോവാണ്. ഇതിന് ചുറ്റും എന്തുണ്ടാകും? രക്തം ഉണ്ടാവും. രക്തം
Okay, രക്തത്തോട് രക്തമായിരിക്കും, അതായത് ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ് obviously it is not floating around, it is inside a tube. Okay, and that is why we say that to be a vascularized bag. Okay, now coming to fishes. Fishes have gills. Reptiles, for reptiles you know, right? Lizard is a reptile, crocodile is a reptile. അതേപോലെ birds. Okay, birds എന്ന് പറഞ്ഞാൽ apes ഫാമിലിയിൽ പെടുന്ന ടീംസ് ആണ്. മാമൽസ് നമ്മളെ എല്ലാവരും ലങ്സ് ആണ്, ലങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആംഫീബിയൻസ് ലൈക്ക് ഫ്രോഗിന് 3 തരത്തിലും ശ്വസിക്കാം. 3 തരത്തിലും ബോയ് സ്കിൻ വെച്ച് ശ്വസിക്കാം, ആക്ച്വലി ലങ്സ് വെച്ച് ശ്വസിക്കാം, അതുപോലെ ത്രോട്ട് റീജിയൻ വെച്ചിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, ബ്രീത്ത് ചെയ്യാൻ പറ്റും. വി ഹാവ് ദാറ്റ് ടു സ്റ്റഡി. നല്ല രസമാണ് അവരുടെ റെസ്പിറേഷൻ എന്ന് പറയും. മാമൽസിന് നല്ല കട്ടക്കുള്ള ലങ്സ് ഉണ്ട്. പ്ലാന്റ്സിന് എങ്ങനെയാത്? പ്ലാന്റ്സ് ഇസ് ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഹൃദയമില്ലാത്ത ആൾക്കാരാണ്, ലങ്സ് ഇല്ലാത്ത ആൾക്കാരാണ്. എല്ലായിടത്തും, എല്ലാ ലീവ്സിലും, leaves are the places where actual exchange of air happens, no? എല്ലാ ലീവ്സിലും they have stomata. അതേപോലെ woody ആണെന്ന് വിചാരിച്ചു, ഭയങ്കര വുഡ്സ് ഉണ്ട്, woody ആയിട്ടുള്ള സാധനമാണെങ്കിൽ they have small openings known as lenticels. Stomata and lenticels കൂടിയിട്ട് ഓക്സിജൻ കയറും. Okay, now aquatic animals breathe oxygen which is അപ്പൊ ഇനി എന്താ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? earth worm, molluscuകൾ ഉണ്ട്, ഇൻസെക്ട്സിന് ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ട്, ടെറസ്ട്രിയൽ ആർത്രപോഡ്സിനും മോളസ്കിനും വാസ്കുലറൈസ്ഡ് ബാഗ്സ് ഉണ്ട്, ഫിഷസിന് ഗിൽസ് ഉണ്ട്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസിന് ലങ്സ് ഉണ്ട്, ആംഫീബിയൻസിന് ലങ്സ് അല്ലെങ്കിൽ മോളസ്കിൻ ഉണ്ട്, മാമൽസിന് ഒബ്വിയസ്ലി ലങ്സ് ഉണ്ട്, പ്ലാന്റ്സിന് സ്റ്റൊമാറ്റ ഉണ്ട്. അക്വാട്ടിക് അനിമൽസ് എവിടത്തെ ഓക്സിജൻ എടുക്കണേ? അക്വാട്ടിക് അനിമൽസ് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വന്നിട്ട് ഓക്സിജൻ വലിച്ചെടുത്തിട്ട് താഴേക്ക് പോവില്ല. അക്വാട്ടിക് അനിമൽസ് വിച്ച് ആർ ലിവിംഗ് ഇൻസൈഡ് ദ വാട്ടർ, they use up dissolved oxygen. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും വിളിച്ചതുപോലെ ആയാലോ? they use up dissolved oxygen. അതില് ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഫിഷിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ rate of breathing is very high. പടപടാന്ന് പറഞ്ഞിട്ട് അവർ ബ്രീത്ത് ചെയ്യും. Why is that so? Because oxygen concentration is very less in water. അപ്പോൾ they have to respire more and more in order to get sufficient oxygen. അതേസമയം ടെറസ്ട്രിയലിന് ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ അത്യാവശ്യം നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. നമ്മളിപ്പോ ഹ്യൂമൻ ബീങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 12 to 16 times per minute we breathe. Okay, so we look at these things after studying the classification. Okay, now coming again to the next topic. ഇനിയാണ് നമ്മുടെ സംഭവം. We are worried only about human beings. That is what we are going to study. Frog in the കാര്യമൊക്കെ നമുക്ക് വേറെ ചാപ്റ്റർ നമ്മൾ പഠിക്കും, because we are studying human physiology. Now നമ്മളുടെ കഥ എന്താണ്? എൻവയോൺമെന്റിൽ നിന്ന് ചേട്ടാ ഓക്സിജൻ നമ്മള് അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കാം, നമുക്ക് എന്താ എൻവയോൺമെന്റില് അറ്റ്മോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ 70% നൈട്രജൻ ആണ്, അതേസമയം കുറെയൊക്കെ ഓക്സിജൻ ആണ്, 22% അടുപ്പിച്ചിട്ട് ഓക്സിജൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഓക്സിജനെ മാത്രം വലിച്ചു കയറ്റണേ? ഓക്സിജനെ മാത്രം അല്ലട കുട്ടികളെ വലിച്ചു കയറ്റണേ. വി ആർ ടേക്കിംഗ് ഇൻ എയർ, ഉള്ളി എയർ, അതിൽ ഓക്സിജൻ ആണ് നമ്മൾ എടുക്കണേന്നേ ഉള്ളൂ. ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് പോണേ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ സ്റ്റോറി. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓക്സിജൻ വി ആർ ടേക്കിംഗ് ഇൻ ഓൾ ദ എയർ ഫ്രം വിച്ച് ലങ്സിൽ നിന്നും ബ്ലഡിലേക്ക് പോണത് ഓക്സിജൻ ഇസ് ഡിഫ്യൂസ്ഡ്. ആൻഡ് ബ്ലഡ് എന്ത് ചെയ്യും? എല്ലാ സെല്ലിലേക്ക് കൊണ്ടുപോകും. ആ സെല്ലിൽ എന്താ സംഭവിക്കുക? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആവും. അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് ചാടിക്കയറും, എന്നിട്ട് ലങ്സിലേക്ക് പോകും, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൽഡ്. What is the difference between respiration and breathing? Respiration is actually a chemical process. We are talking about glucose, which is C6H12O6 plus oxygen being reacting together. This is a biochemical reaction because it is happening inside the cell. Biological സ്ഥലത്ത് നടക്കണ കാരണം biochemical process. So this is happening with the help of a lot of enzyme. Any biochemical reaction you take, anything which is happening inside the body, it requires enzymes. കുറെ ടൈപ്പ് എൻസൈം. നമുക്ക് തോന്നി ഈ ഒരു ചെറിയ സാധനത്തിനാണോ, അല്ല ഇത് തന്നെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാം. ഇത് ഒറ്റ സ്റ്റെപ്പിലൊന്നും നടക്കില്ല. പതുക്കെ 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 ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ സൈക്കിൾ സ്റ്റെപ്പ് മുഴുവൻ, സിട്രിക് ആസിഡ് സൈക്കിൾ, മറ്റേ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത് സ്ലോലി പതുക്കെയാണ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. ഡസന്റ് ഹാപ്പൻ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എനർജി റിലീസ് ചെയ്യും, പ്ലസ്
നമ്മൾക്ക് carbon dioxide plus water. This is a biochemical reaction. Biochemical reaction, and obviously enzyme is involved. Respiration actually രണ്ടെണ്ണം ഉണ്ട്. അതായത് ആ ബ്രീത്തിങ്ങിനെ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലർ ആൻഡ് സെല്ലിന്റെ അകത്ത് നടക്കുന്നത് ഈസ് ഇൻട്രാ സെല്ലുലർ. ഓക്കെ, എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. എല്ലാ ബോഡി സെൽസിലും റെസ്പിറേഷൻ ഉണ്ടടാ കുട്ടികളെ. ഓക്കെ, ലൈഫ് ഉണ്ടോ, റെസ്പിറേഷൻ ഇൻ ദ സെൽ വിൽ ഹാപ്പൻ. ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താ? Breathe in, breathe out. This is physical process. Okay, this is extracellular. Celluite ഒരു ബന്ധവുമില്ല. Extracellular means what? This is actually, to be very frank, this is actually not happening inside your body. It doesn't, നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് it doesn't make sense എന്ന് തോന്നും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫുൾ ഒരു ഓട്ട കൂടിയിട്ട് ഒരു പൈപ്പിൽ കൂടി ഉള്ളിൽ പോകുന്നേ ഉള്ളൂ, ഉള്ളിലേക്ക് പോകുന്നതേ ഉള്ളൂ. ആ ബാഗിന്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞിട്ട് ബ്ലഡ് കയറുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയിൽ കയറാന്നറിയാം. So this is a simple correlate through which it is going in. അല്ലെ, ബ്രീത്തിങ് എന്ന് പറയും. അങ്ങനെ പോയി പരീക്ഷയ്ക്കൊന്നും എഴുതി വെക്കുന്നത് എന്താ പറയാ, മറ്റേ ബോഡിയുടെ ഉള്ളിലൊന്നല്ല നടക്കണേണ്ട. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഗൈസ് ദാറ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, യു നോ. ഫുൾ ഒരു പൈപ്പിൽ കൂടിയിട്ട് ആ ലങ്സ് വരെ ഇറ്റ് ഇസ് സിംപ്ലി ഗോയിങ്. ഓക്കെ, ഫിസിക്കൽ പ്രോസസ് ആണ്. അപ്പൊ കുറെ മസിൽസ് വെച്ചിട്ട് നമ്മള് നല്ല രസമാണ് ആ ബ്രീത്തിങ്ങിന്റെ ആക്ച്വൽ പ്രോസസ്. ബ്യൂട്ടിഫുൾ പ്രോസസ്. ഓക്കെ, ഇതിൽ എൻസൈംസ് ഒന്നുമില്ല, എനർജി ഒന്നും റിലീസ് ആവില്ല. ഓൺലി വെരി ഫ്യൂ ഓർഗൻസ് ആർ ആക്ച്വലി ഇൻവോൾവ്. ഓക്കെ, ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന്റെ പ്രത്യേകതകളും ലങ്സിന്റെ പ്രത്യേകതയും കൂടി പറഞ്ഞിട്ട് ഐ ഗിവ് യു ടൈം ടു ആക്ച്വലി റിവൈസ്. ഓക്കെ, നമ്മൾ 10th ഇതൊക്കെ പഠിച്ചേക്കണതാണ് എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? യെസ് ആണോ നോ ആണോ? നമ്മൾ കട്ടക്ക് പഠിച്ചേക്കണതാണ്. Okay, now coming to speciality of organs of terrestrial organism. Terrestrial organism का मतलब क्या है बच्चों? എന്താണ് ടെറസ്ട്രിയൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? ടെറസ്ട്രിയൽ ഓർഗാനിസം മീൻസ് കരയിൽ ജീവിക്കുന്ന മൃഗങ്ങൾ. ഓക്കെ, കരയിൽ ജീവിക്കുന്ന ഓർഗാനിസം, ദാറ്റ് മീൻസ് ദോസ് തിങ്സ് വിച്ച് ആർ ലിവിങ് ഇൻ ലാൻഡ്. എല്ലാവരും ലെക്ചർ നോട്ട് എഴുതണേടാ കുട്ടികളെ. അതിന് ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ഷുഡ് ഹാവ് ലാർജ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് വലിയ സർഫസ് ഏരിയ വേണം. ആനനെ പോലെ ആയിരിക്കണം എന്നാണോ? ഇപ്പൊ നമ്മൾ അരവിന്ദിനെ കാണാനായിട്ട് ആനനെ പോലെയാണോ ഇരിക്കുന്നത്? അഭിരാമിനെ കാണാൻ ആനനെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല ജിറാഫിനെ പോലെയാണോ എന്നാണോ പറയണേ? അല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് റെസ്പിറേറ്ററി ഓർഗൻ. റെസ്പിറേറ്ററി ഓർഗനിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കണം. ഓക്കെ, ബിക്കോസ് ഇറ്റ് should have a surface to exchange the oxygen and carbon dioxide, respiratory gases exchange ചെയ്യാൻ സ്ഥലം വേണം. Wherever exchange happens, ഫുഡിന്റെ എക്സ്ചേഞ്ച് നടക്കണോ, അവിടെ സർഫസ് ഏരിയ ഷുഡ് ബി മോർ. സോ villi was provided. Now you have to transfer, exchange the respiratory gases, oxygen and carbon dioxide അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണം. Obviously surface area should be more. We should have some mechanism to do that. Organs should be well protected. Very important thing. 5 minutes പോലും ശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. One of the most important organ is lungs. അല്ലെ, lungs. അപ്പോൾ this organ should be well protected. അതേപോലെ തന്നെ this should have some mechanism to transport. അല്ലെ, ഓക്സിജൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതേസമയം place of exchange is very deep inside your body. So ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണ്ടേ? അല്ലെ, we can't depend on simple diffusion. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കൂ കൺമണി എന്ന് പറഞ്ഞിട്ട് ഒരു 10 വർഷം എടുക്കും നമ്മള് ലങ്സ് വരെ ഓക്സിജൻ എത്തിക്കാനായിട്ട്. ഓക്കെ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ടൈം. വി കാൻ ഡിപെൻഡ് ഓൺ സിമ്പിൾ ഡിഫ്യൂഷൻ ഫോർ ദിസ് ടു ഹാപ്പൻ. So there should be some kind of mechanism. We have a very beautiful mechanism in place for that. Place of exchange should be thin and permeable and suitable for exchange. It should be provided with a lot of circulatory fluid. ഇപ്പൊ സേ തിന്നായിട്ടുള്ള സർഫസ്, ഇപ്പൊ ഇവിടെയാണ്, ഇതൊരു ബാഗാണ്, ലങ്സിന്റെ ഉള്ളിലത്തെ ഒരു ബാഗാണ്. ഓക്കെ, ഓക്സിജൻ ഇസ് ഹിയർ ആൻഡ് ഇവിടെ ബ്ലഡ് ഉണ്ട് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഹിയർ. ഇവര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. ബ്ലഡ് ഉണ്ട്, ഇതിന്റെ ഇത് ഒരു മറ്റേ ചക്കയുടെ തൊലി പോലെ ഇങ്ങനെ കട്ടിയുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ ചാടും, അങ്ങോട്ടും ഇങ്ങടേക്കും ചാടാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി തിൻ. ഓക്കെ, ദ സർഫസ് ഓഫ് എക്സ്ചേഞ്ച് ഷുഡ് ബി തിൻ. നല്ല ആർട്ടറി കിടക്കട്ടെ, ആർട്ടറി അങ്ങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് അപ്പുറത്തോട്ടും ആള് പോലും ഇപ്പുറത്തോട്ടും ആള് വരിക. സോ നമ്മുടെ ബ്ലഡ് വെസൽസ് എങ്ങനെയുണ്ടാവും? തിൻ ബ്ലഡ് വെസൽസ് ആയിരിക്കണം. സിമ്പിൾ capillaries, very thin blood vessels. Alveoli is very thin. We are going to study that. അതേപോലെ
completely surrounded by blood vessels ആയിരിക്കണം. So that ബ്ലഡിലേക്കാണ് ഓക്സിജൻ പോകേണ്ടത്, ബ്ലഡിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരേണ്ടത്. So it should be thin ആയിരിക്കണം, it should be permeable to the gases അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകാനായിട്ട്, and it should be suitable for exchange. That is, it should be supplied with the circulatory fluid. Whatever is the circulatory fluid, it need not be blood. All right, it can be hemolymph എന്ന് പറയുന്ന സാധനം. ഹീമോലിംഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബ്ലഡ് വെസൽസ് ഉണ്ടാവണമെന്നില്ല. ചില ഓർഗാനിസത്തിന് ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ല, അതിന് ഹീമോലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക, അത് വെച്ചിട്ട് സറൗണ്ട് ഉണ്ടാവുക. എങ്ങനെ വേണമെന്നില്ല, just that circulatory fluid should be there. അപ്പോ നോക്കടാ കുട്ടികളെ, അപ്പൊ നമ്മുടെ അതേപോലെ തന്നെ there should be some mechanism to transport the gases throughout the body. നമ്മുടെ ശരീരത്തിനുള്ളിൽ മുഴുവനും കൊണ്ടുപോകണല്ലേ ആ ഒരു ആ ഗ്യാസിനെ കൊണ്ടുപോകണം. So for that some kind of mechanism should be there. So what are human adaptation for that? ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാത്തിനും ഒരു സെൻസ് ഉണ്ടാവും. So what happens in human body is that നമ്മൾ നോസ് വഴിയിട്ട് എടുക്കും. ഓക്കെ, നോസ് വഴിയിട്ട് എടുത്തിട്ട് this is external nostrils. ഉള്ളില് നമ്മൾ കൈയിട്ടിട്ട് മൂക്ക് തോണ്ടുന്ന സാധനം, ദാറ്റ് ഇസ് നേസൽ പാസേജ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കൈ തൊടാൻ പറ്റാത്ത കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് നേസൽ ക്യാവിറ്റീസ്. നേസൽ പാസേജ് കുറച്ചും കൂടി ഉള്ളിലേക്കാണ് നേസൽ ക്യാവിറ്റി. ആഫ്റ്റർ വിച്ച് വി ഹാവ് ഫാരിങ്സ്. ഓക്കെ, ഫാരിങ്സിന്റെ ഫാരിങ്സ് കഴിഞ്ഞിട്ട് ലാരിങ്സ് ഉണ്ട്. ഫാരിങ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ മറ്റേ ഇതിലേ പഠിച്ചതാണ്. വി ഹാഡ് സ്റ്റഡീഡ് അബൌട്ട് ആ ഫുഡ് കഴിച്ച ഫുഡിന്റെ ചാപ്റ്ററിൽ, നമ്മൾ ഡൈജഷന്റെ ചാപ്റ്ററിൽ വി ഹാഡ് സ്റ്റഡീഡ് അബൌട്ട് ഫാരിങ്സ്. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ആർ ദെയർ. ഉള്ളിൽ കൈയിടുന്നത് തുടങ്ങിയിട്ട് ആ കൈയിടാത്ത തൊടാത്ത പോർഷൻ വരെ നേസൽ ക്യാവിറ്റി ഇസ് ദെയർ. And then starts pharynx. This is a pharynx region. Alright, this is a pharynx region. Let me just change color. This is a pharynx region. So ഇത് just in the ഓരോ പല തരത്തിലെ pharynx region ഉണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ pharynx region, and this is laryngopharynx region, and this is nasopharynx. Okay, just nasal cavity യുടെ ഭാഗത്തുള്ള pharynx നെ. See, pharynx, what does pharynx mean? This is a common passage of food and air. Pharynx is a location of common passage of food and air. Okay, ഒന്നും കൂടി നോക്കിപ്പോ ഞാൻ ഫാരിങ്സിനെ പറ്റിയിട്ട് കൂടുതൽ പറയാം. നമുക്ക് ഓർഡർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്, എന്നിട്ട് ഫാരിങ്സിലേക്ക് വന്നു. ഫാരിങ്സിൽ നിന്നും ലാരിങ്സിലേക്ക് വന്നു. ലാരിങ്സിൽ നിന്നും ഉള്ളിൽ കയറിയട കുട്ടികളെ ട്രക്കിയ പോയി 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 it split into two. It splits into two, which is known as bronchi. The oru particular left bronchi and right bronchi. Left bronchi is going to get into the left lungs. Right bronchi is going to get into the right lungs. And inside that bronchi divided. Lot of division. Okay. Appa secondary bronchi, tertiary bronchi എന്ന് പറഞ്ഞിട്ട് minute bronchioles form ചെയ്യും. Minute branches are known as bronchioles. Now this bronchiole terminates in a bulb-like structure, in a balloon-like structure. These structures are known as alveoli. These structures are known as see മുന്തിരിങ്ങയുടെ കൊല പോലെ ഇരിക്കുന്നത് കണ്ടോ? ഈ മുന്തിരിങ്ങ കൊലയുടെ മുന്തിരിങ്ങനെയാണ് നമ്മളെ alveoli എന്ന് പറയുന്നത്. മനസ്സിലായോ? Okay, so this is the story. Now we are going back again to how നമ്മുടെ ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷൻ ഇത് തമ്മിൽ എന്താണ് ബന്ധം? ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷനിൽ നമ്മൾ എന്തൊക്കെ ഓക്കെ, ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന് ലാർജ് സർഫസ് ഏരിയ വേണം എന്നൊരെണ്ണം ഉണ്ടായിരുന്നു. നോക്കടാ കുട്ടികളെ, ഞാനൊരു കാര്യം പറയാം. ഇതാണ് നമ്മുടെ ലങ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലങ്സ്. ഓക്കെ, ഞാന് ഇതിലേക്ക് ചുമ്മാ ബ്ലഡ് സപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്, ഇവിടെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്, ഇവിടെ ഒരു ബ്ലഡ് വെസൽ. ഇത്രയേ ഉള്ളൂ സർഫസ്. This is the surface where exchange happens. പക്ഷേ if I am surrounding this with alveoli and surrounding this with blood vessel, now there is a huge increase in surface area. I am using everything, every simple space inside this maximum. Upper there is huge because of alveoli. There is an increase in the surface area. അടുത്തത് അപ്പൊ alveoli കാരണം surface area കൂടി. Alright, now the organ should be well protected. എവിടെയാ ഇരിക്കണേ നമ്മുടെ lungs? It is inside the thoracic cavity.
നെഞ്ചിന്റെ കൂട് എന്ന് പറയില്ലേ, thoracic cavity. Thoracic cavity എന്ന് പറഞ്ഞാൽ rib cage ഉണ്ട്. Your rib cage is there, your vertebral column is there, your sternum is there. അപ്പൊ എങ്ങനെയുള്ളത്, നമ്മുടെ ഫ്രണ്ടില്, ഇവിടെ ഫ്രണ്ടിൽ നടുക്കുള്ള സാധനത്തിനെയാണ് നമ്മൾ sternum എന്ന് പറയുക. This is very thick one. sternത്തിന്റെ സൈഡിലേക്ക് പോകുന്നതിനെ this is ribs. These are ribs. And ribs go and join to the vertebral column behind the vertebral column. So it kind of forms like a cage, and your lungs is cozily sitting inside the rib cage. നല്ല cozily നന്നായിട്ട് fit in ചെയ്യും ശരിക്കും. അതിന്റെ ഇടയിൽ ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല. Beautifully it fits in. ആ fit ചെയ്യുന്നത് it is very necessary for the functioning of the lungs, proper functioning of the lungs. Okay, it is protected by the rib cage. Are you all clear with this, ladies and gentlemen? Yes, rib cage. And we should have a mechanism to transport atmospheric oxygen to the place of exchange. Where is the place of exchange? Our place of exchange is actually the alveoli. Alveoli നിന്നും ബ്ലഡിലേക്ക് എക്സ്ചേഞ്ച് നടക്കുന്നത്, ബ്ലഡിൽ നിന്നും ആൽവിയോളൈയിലേക്ക് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. So what is the mechanism for this? മൂക്കിൽ നിന്നും തിരിച്ച് ആൽവിയോളൈ വരെ എത്തിക്കാനും ആൽവിയോളൈയിൽ നിന്നും തിരിച്ച് മൂക്ക് വരെ എത്തിക്കാനും. What is the exchange mechanism? Breathing. Simple breathing. We have this mechanism. We have to learn this process. Okay. And the place of exchange obviously has to be thin. Alveoli is very thin. Alveoli is very thin in the mouth. See, this is your alveoli. Alveoli is very thin. Blood vessels are blood capillaries. Capillaries are capillaries in the പറയുന്നത് single wall thicket. Single wall thicket. അതേ സമയം നമ്മുടെ ശരീരത്തിലെ ആർട്ടറീസ് വെയിൻസ് നോക്കിയാൽ they are very thick compared to our capillaries. They are very thick. പക്ഷെ ആൽവിയോളൈയുടെ ചുറ്റും ഉള്ളതിന് capillaries are very very thick, just single wall thick. Alveoli is very very thick. ഇതിന്റെ ഇടയിൽ ഒരു membrane ഉണ്ട്, basement membrane, that is also very small. Together they are only 1 millimeter, less than 1 millimeter, because of which simply exchange happens. Okay, and this is going to be surrounded by circulating fluid, which is obviously the blood. Okay, and there should be some mechanism to take the gases throughout the body. What is our mechanism? We have a beautiful pigment, which is hemoglobin, which is present in our RBC, red blood cell. Hemoglobin is present in the red blood cell. Red blood cell will happily taking oxygen. Each hemoglobin, ഓരോരോ ഹീമോഗ്ലോബിനും എന്ത് ചെയ്യും? ഓരോ ഹീമോഗ്ലോബിനും they have 4 undas. Consider that this is a hemoglobin. Hemoglobin has 4 undas. Okay, they together form the hemoglobin. Now 4 undas, each of them is going to take oxygen, 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 oxygen. അങ്ങനെ 4 ഓക്സിജനെ ഹീമോഗ്ലോബിന് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. Okay, അങ്ങനെ they are going to transport. Okay, so we have this as well. So everything satisfied, we can simply happily live on the terrestrial area, land area. എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, ഡെസേർട്ടിൽ പോവാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബീച്ചിൽ പോവാം, എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, because all the things are satisfied. Okay, so lungs have alveoli to increase the surface area. Lungs is inside the rib cage, and breathing mechanism is there to take in oxygen from the atmosphere to the lungs and expel the carbon dioxide. Alveoli cut permeable, cut thin, and it's supplied by blood capillaries. Okay, so special pigments known as hemoglobin is present for the transport of gas. അത് നമ്മൾ പറഞ്ഞു. Okay, ഇനി ഇതിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്, അതിന്റെ നേസൽ ക്യാവിറ്റി, നേസൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സിൽ പോയി ഫാരിങ്സിന്റെ ട്രക്കിയ. Tell me something. നമുക്ക് ഫാരിങ്സ് കഴിഞ്ഞിട്ട് we have esophagus and we have trachea. Okay, നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ട്രക്കിയ ആണോ അല്ല ഈസോഫാഗസ്? நான் சொல்லி கொடுத்தேன் உங்களுக்கு. ആലുവ മണപ്പുറത്ത് കേട്ട പരിചയം പോലും ആരും കാണിക്കുന്നു. ഫ്രണ്ടിലെ ട്രക്കിയ, ബാക്കിലെ ഈസോഫാഗസ്. ഫ്രണ്ടിലെ ട്രക്കിയ, ബാക്കിലെ ഈസോഫാഗസ് ആണ് ഉള്ളത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ട്രക്കിയ ആൻഡ് 2 lungs ഉണ്ട്. ലങ്സിന്റെ ഉള്ളിലേക്ക് വാട്ട് ഹാപ്പൻസ് നോക്കാം നമുക്ക്. Let us take, ladies and gentlemen, the lungs in the ullileke we have bronchi, and the bronchi is going to divide into bronchioles, and ultimately they are going to terminate into alveoli. Ee flow ellarkum manasilayo how this is?
ഓക്കെ, ആ ഫ്ലോ ഒന്ന് കാണാതെ ഇങ്ങനെ കുട്ടികളെ. എന്നിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് സമയം തരാം. ജസ്റ്റ് റിക്കളക്ട്. ആ മൊത്തം എയർ പോണ വഴിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വൺ ഇസ് എ കണ്ടക്ടിങ് സോൺ ആൻഡ് അനദർ ഇസ് എ റെസ്പിറേറ്ററി സോൺ. ഓക്കെ, കണ്ടക്ടിങ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നോസ്ട്രിൽ തൊട്ട് ടേർഷ്യറി ബ്രോങ്ക്യോൾസ് വരെ. ടേർഷ്യറി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബ്രോങ്ക്യോൾ, ടേർഷ്യറി ബ്രോങ്ക്യോൾ ആൻഡ് കുഞ്ഞു ബ്രോങ്ക്യോൾസ്. ആ ബ്രോങ്ക്യോൾസിനെ എല്ലാത്തിനും ചേർത്തിട്ടാണ് കണ്ടക്ടിങ് സോൺ എന്ന് പറയാം. അവിടെ ഒന്നും എക്സ്ചേഞ്ച് നടക്കില്ല. ദേ സിംപ്ലി കണ്ടക്ടിങ് ടു ദ ആൽവിയോളൈ. ഓക്കെ, അപ്പൊ അതിന്റെ ഫങ്ഷൻസ് എന്താ? സി ദേ അവരുടെ ഒറ്റ ഫങ്ഷനല്ലോ എയറിനെ, ബോഡി അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ആൽവിയോളൈയിലേക്ക് എത്തിക്കുക. അപ്പൊ എന്താണെങ്കിൽ കൊണ്ടുവരില്ലേ, കുറച്ചും കൂടി ഫങ്ഷൻസ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെ ചെയ്യും? ഒന്ന് എയറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ നമ്മൾ കാനഡയിലേക്ക് പോവാന്ന് ചോദിച്ചാൽ, കാനഡയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ തണുപ്പാണ്. അത്രയും തണുപ്പില് എയർ കൊണ്ടുപോയിട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു എഫക്ട് അവർ ലങ്സ്. Terribly it is going to affect our lungs. So slowly it has to be brought, condition ചെയ്യണം. എയറിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യണം. സോ കണ്ടീഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ അർത്ഥം? ഒന്ന്, ടെമ്പറേച്ചറിനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് സിമിലർ ആക്കി കൊണ്ടുവരണം. ആൻഡ് ഹ്യൂമിഡിഫൈ ദി എയർ. ഹ്യൂമിഡിഫൈ മീൻസ് കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് കൊണ്ടുവരണം. ഭയങ്കര ഡ്രൈ എയർ ആയിട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര ഡ്രൈ എയർ ആയിട്ട് പോകാൻ പറ്റില്ല. അതിനെയാണ് ഹ്യൂമിഡിഫിക്കേഷൻ, പുട്ടിങ് ഇൻ എ ബിറ്റ് ഓഫ് മോയ്സ്ചർ. അത് നമ്മൾ ചെയ്യണം. ഓക്കെ, അതേപോലെ ഫിൽട്രേഷൻ. കണ്ട ചപ്പുചവറ് സാധനങ്ങളൊക്കെ നമ്മൾ പിടിച്ചിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഫിൽറ്റർഡ് ഔട്ട്. ഇതാണ് കണ്ടക്ഷൻ സോണിന്റെ പണി എന്ന് പറയാം. ആൻഡ് വാട്ട് ഇസ് റെസ്പിറേറ്ററി സോൺ? ആൽവിയോളാർ ഡക്ട്, അതായത് ആൽവിയോളൈന്റെ ആ ഡക്ട്, അതും ആൽവിയോളയും ചേർന്നിട്ടാണ് റെസ്പിറേറ്ററി സോൺ എന്ന് പറയാം. അവിടെയാണ് ആക്ച്വൽ എക്സ്ചേഞ്ച് നടക്കുക. മനസ്സിലായോ? ഇതാണ് അതിന്റെ കഥ. ഇതിൽ തന്നെ നേസൽ ക്യാവിറ്റിയിലാണ് ആക്ച്വലി എയർ. നേസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ആ ഓട്ടയിലാണ് എയറിനെ ഫിൽറ്റർ ചെയ്യുക, മോയ്സ്ചർ ചെയ്യുക, വാം ചെയ്യുക. ട്രക്കിയിലൊക്കെ പോകുമ്പോഴത്തേക്കും വാം ചെയ്യും. ഓക്കെ, ഫാരിങ്സ് എന്ന് പറയുന്നതാണ് കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. ഫാരിങ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതെന്തൊക്കെയാ? അത് ഒരെണ്ണം നേസോ ഫാരിങ്സ് വിച്ച് ഇസ് ജസ്റ്റ് ബിഹൈൻഡ് ദ നേസൽ ക്യാവിറ്റി. അത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ഇവിടെ 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 വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മൾ, അയ്യോ എനിക്ക് കാണുന്നില്ലല്ലോ, ഇത് കണ്ടോ, ഇതാണ് ഫാരിങ്സ്. ഞാൻ ഫാരിങ്സിന് മാത്രമായിട്ട് പടം നോക്കിക്കൊണ്ട്, ഇതാണ് ഫാരിങ്സ്. ഇത് കണ്ടോ, ഇവിടെ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയുടെ തൊട്ടു പുറകില് നേസോ ഫാരിങ്സ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ പുറകില് ഓരോ ഫാരിങ്സ്. അതേസമയം കുറച്ച് താഴേക്ക് വന്ന് ഞാൻ ട്രക്കിയുടെ ഭാഗത്തായിട്ട് ഹൈപ്പോ ഫാരിങ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലാരിംഗോ ഫാരിങ്സ് എന്ന് പറയും. ലാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ബോക്സ് ഉള്ള സ്ഥലത്തിനെയാണ് ലാരിങ്സ് എന്ന് പറയാം. ഓക്കെ, ലാരിംഗോ ഫാരിങ്സ് എന്ന് പറയാം. ഹൈപ്പോ ഫാരിങ്സ് ഇസ് ഓൾസോ നോൺ ആസ് ലാരിംഗോ ഫാരിങ്സ്. കുറെ പേര് ലാരിംഗോ ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട്, കുറെ പേര് ഹൈപ്പോ ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫാരിങ്സ് 3 കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരെണ്ണം നേസോ ഫാരിങ്സ് വിച്ച് ഇസ് ബിഹൈൻഡ് ദ നേസൽ ക്യാവിറ്റി, ഓരോ ഫാരിങ്സ് ബിഹൈൻഡ് ദ ഈസോഫാഗസ്. ലാരിംഗോ ഫാരിങ്സ് എന്ന് പറയാം, ഓരോ ഹൈപ്പോ ഫാരിങ്സ് എന്ന് പറയാം വിച്ച് ഇസ് നിയർ ദ ലാരിങ്സ്. ഓക്കെ, അപ്പൊ ഇതില് ഇനി ഒരു കാര്യം നമ്മളെ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേസൽ പാസേജില് ഫൈൻഡ് ഹെയർസ് ഉണ്ട്, മറ്റേ hairs ഉണ്ട്. അത് it is going to act as a filter, and there is a central septum, left nostril right nostril separate ചെയ്യാനായിട്ട്. and full lining, ഉള്ളിലത്തെ lining is ciliated epithelium. epithelium always covers the surface. അതിലെ സീലിയ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഓക്കെ, ചൂല് പോലത്തെ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ്. അപ്പൊ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളില് there is cilia. Why is that ciliated epithelium? In order to trap the dirt. അതേപോലെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. മ്യൂക്കസ് എന്തിനാണ്? മ്യൂക്കസ് ഭയങ്കര വൃത്തികേടല്ലേ? നോ, ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. മ്യൂക്കസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. കാരണം ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി ഡ്രൈ. യു കനോട്ട് കണ്ടീഷൻ ദ എയർ വിച്ച് ഇസ് ഗോയിങ് ഇൻ. ഓക്കെ, മ്യൂക്കസ് ആണ് ആക്ച്വലി എയറിനെ കണ്ടീഷൻ ചെയ്യുന്ന, മോയിസ്റ്റൻസ് എയർ. and moreover it traps the dirt and microorganisms. See how beautifully your body has been designed. alle the external saanam undengil so many protection is there for taking it into the body. Okay, now coming to ibada namukku endokkeyunde? Nose is made up of ciliated pseudo stratified epithelium. Okay, pala layers of epithelial cells undu. Okay, oru layer alla, pseudo stratification nu parna kore layers undu, not just one layer, multiple layers undu. അതേപോലെ തന്നെ they have cilia in order to trap the mucus.
Okay, this has Bowman's gland. ഈ Bowman's gland ആണ് mucus secrete ചെയ്യണത്. Moreover, your nose is going to have olfactory receptor. അന്തത് ഫാക്ടറിയിൽ സമയം തുടങ്ങിയോ എന്ന് അറിയാനാണോ? അല്ല, olfactory means മണം അറിയാൻ. മറ്റേ മുല്ലപ്പൂവിന്റെ മണം തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓടയുടെ മണവും തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് കുട്ടികളെ? Because of the olfactory receptors which are there. എല്ലാത്തിനെയും ചേർത്തിട്ട് ഈ സ്യൂഡോസ്ട്രാറ്റിഫൈഡിനെയും Bowman's glandനെയും അതുപോലെ തന്നെ olfactory receptorsനെ എല്ലാവരെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് Schneiderian membrane. Schneiderian membrane. Okay, Schneiderian membrane. Now, voice box. ഇപ്പൊ നമുക്ക് voice box ഉണ്ട്. അതിന് നമ്മുടെ larynx regionലാണ് നമുക്ക് voice box ഉള്ളത്. Because of which your sound is produced. അതേസമയം birds have the shrill sound അല്ലേ? ആ സൗണ്ട്, ആ voice box of birds ആണ് syrinx എന്നാണ് പറഞ്ഞത്. Syrinx. Okay, അപ്പൊ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ഇട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ ഇമ്പോർട്ടന്റ് അപ്പൊ ഇത്രയായി. ഓക്കെ, നമ്മൾ കണ്ടതാണ് food goes into the esophagus and air goes into the trachea. Trachea is going to lie in front of the esophagus എന്ന് നമ്മൾ പറഞ്ഞു. Now, epiglottis എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. epiglottis നമ്മൾ കണ്ടതാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഫുഡ് പോകാൻ പാടില്ല, അതിനുള്ള അടപ്പാണ് epiglottis എന്ന് പറയുന്ന സാധനം. Okay, this is a small cartilaginous flap. ഇപ്പൊ നീറ്റിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും? epiglottis is smooth muscle, skeletal muscle, cartilaginous എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ദിസ് ഇസ് എ cartilaginous flap. എങ്ങാനും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എപ്പിഗ്ലോട്ടിസിനെ മറികടന്ന ടെമ്പെങ്കിൽ ഒരു ഫുഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ വിക്കഫ് ഭയങ്കരമായിട്ട് ചുമയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി മൗത്ത് വഴിയും കൂടിയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ഇസ് നോട്ട് അഡ്വൈസബിൾ ബിക്കോസ് ഫിൽറ്ററിംഗ് ഡസന്റ് ഹാപ്പൻ വെൻ യു ആക്ച്വലി ബ്രീത്ത് ത്രൂ ദ മൗത്ത്. ഓക്കെ, സോ ദിസ് ഇസ് ജനറലി നോട്ട് പ്രിഫേർഡ്. അപ്പൊ ഫാരിങ്സില് എന്താ? ഓക്കെ, now coming to വീണ്ടും ഇതേ സാധനം പറയാണ്. ഫാരിങ്സ് ആണ് കോമൺ റീജിയൻ. ആ കോമൺ റീജിയനിൽ there is something known as glottis. This is known as glottis. Okay, ഈ glottis region ആണ്. This is a junction between what ഈ എയറിന്റെ പാസേജിന്റെയും ഫുഡിന്റെ പാസേജിന്റെ. ഓക്കെ, എയർ മൂക്ക് വഴി കേറിയിട്ട് this has to cross to the front. ഭക്ഷണം ഇതുവഴി കേറിയിട്ട് this has to go to the back. So this particular junction is protected by a flap which is known as epiglottis. ഞാൻ അത് മറ്റേതില് നല്ലൊരു ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. You will be able to understand. ആ ഡൈജഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡൈജഷനിൽ കൃത്യമായിട്ട് ഞാൻ തന്നിട്ടുണ്ട് ആ സാധനം. And I have explained that as well. Okay, so glottis വഴി എങ്ങനെയൊക്കെയാ പോവാ? ലാരിങ്സിലേക്കാ പോവാ. ഇതാണ് നമ്മുടെ ലാരിങ്സ്. ഈ ലാരിങ്സിലാണ് നമ്മുടെ സൗണ്ട് ബോക്സ് ഉള്ളത്, വോയിസ് ബോക്സ് ഉള്ളത്. ആ സൗണ്ട് ബോക്സ് ഓൾസോ ഇറ്റ് ഇസ് എ കാർട്ടിലേജിനസ് ബോക്സ് ആണ്. ദിസ് ഇസ് എ കാർട്ടിലേജിനസ് ബോക്സ്. സൗണ്ട് പ്രൊഡക്ഷൻ അവിടെ നടക്കുക. ആഫ്റ്റർ വിച്ച് ട്രക്കിയയിലേക്ക് പോകും. ഓക്കെ, larynx is actually made up of 9 cartilaginous rings. Okay, 9 cartilaginous flaps വെച്ചിട്ടാണ് larynx ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നീറ്റിനുള്ളവർ മാത്രമേ ഈ സൈഡിൽ പഠിച്ചാൽ മതി. larynx has true vocal cords എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ larynx we have true vocal cords. vocal cord എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? vocal cord is like a rubber band stretched kind of a thing. Okay, vocal cord is made up of a special type of cartilage which is known as hyaline cartilage. vocal cord is made up of hyaline cartilage. Okay, and trachea again is made up of cilia ഉള്ള pseudo stratified epithelium. nose ഉള്ളത് പോലെ തന്നെ pseudo stratified epithelium വെച്ചിട്ടാണ് trachea is made. Okay, ആണോ കുട്ടികളെ? ഇത്രയും മനസ്സിലായോ? ഇത്രയൊന്ന് നമുക്ക് റിവൈസ് ചെയ്യോ നിങ്ങള്? എന്നിട്ട് ഞാൻ ട്രക്കിയെ പറ്റി പറഞ്ഞു. എന്നിട്ട് നമ്മൾ നോക്കാൻ പോവാം. നമ്മൾ പഠിച്ചേക്കുന്ന സാധനം തന്നെ. ട്രക്കിയ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മെൻ ബൈ ട്രക്കിയ? നമ്മൾ പറഞ്ഞു ലാരിങ്സിന് എങ്ങനെയൊക്കെയാ പോവാ? ട്രക്കിയയിലേക്കാണ് പോവാന്ന് പറഞ്ഞു. ഓക്കെ, ട്രക്കിയല് ആരാ ഉള്ളത്? ട്രക്കിയല് വി ഹാവ് എവിടെ ഉണ്ട്? ട്രക്കിയല് എന്താ ഉള്ളത്? ലാരിങ്സ് കഴിഞ്ഞിട്ട് ട്രക്കിയല് വി ഹാവ് C-shaped cartilaginous rings. They are not complete. അവരെങ്ങനെ ഉണ്ടാവും? C പോലെ ഉണ്ടാവും. C-shaped cartilaginous rings. Why are C ആണ്? കാർട്ടിലേജിനസ് റിങ്സ് ആണ്. ഓർത്ത് വെച്ച ഓരോരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് ഉള്ളത്? ഇൻ ഓർഡർ ടു പ്രിവെന്റ്
in order to prevent the whole tube from collapsing when air is not there. എങ്ങാനും ഈ സാധനം C-shaped അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ചപ്പളം കെട്ടിയിട്ട് പീച്ച് അങ്ങോട്ട് താഴേക്ക് വരും. So in order to stop that, we have C-shaped cartilaginous rings, which are there. Okay. So now coming again, ഈ windpipe പോയി എവിടേക്ക് പോയി? From pharynx തുടങ്ങിയിട്ട് എയർ പാസേജ് ഫ്രം ഫാരിങ്സ് ടു ട്രക്കിയയിലേക്ക് പോയി, എന്നിട്ട് മിഡ് thoracic cavity ആകും. അതായത് ഒരു ഫിഫ്ത്ത് എക്സ്റ്റെൻഡ് ടു ദ മിഡ് thoracic cavity. മിഡ് thoracic cavity എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഇസ് മെന്റ് ബൈ മിഡ് thoracic cavity? ആൻഡ് അറ്റ് ഫിഫ്ത്ത് thoracic vertebrae it divides to right and left primary bronchi. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം സി, നമ്മളുടെ വെർട്ടിബ്രൽ കോളം, ബാക്കിലുള്ള കോളത്തില് കുറെ പാർട്സ് ഉണ്ട്. ഓക്കെ, കഴുത്തിന്റെ അടുത്തുള്ള പാർട്ടാണ് സെർവിക്കൽ വെർട്ടിബ്രേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ളതിനെയാണ് തൊറാസിക് വെർട്ടിബ്രേ. 12 എണ്ണം ഉണ്ട്. ഏതാണ്ട് മിഡ് തൊറാസിക് വരെ നമ്മുടെ ട്രക്കിയ എക്സ്റ്റെൻഡ് ചെയ്യും. ഫിഫ്ത്ത് തൊറാസിക് വരുമ്പോഴത്തേക്കുമാണ്, അപ്പൊ അഞ്ചാമത്തെ കൗണ്ട് ചെയ്യുമ്പോഴാണ് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവണം, രണ്ടായിട്ട് ബ്രോങ്കൈ ആയിട്ട് സ്പ്ലിറ്റ് ആവണം. മനസ്സിലായോ? സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട് ബാക്കില്, അത് കഴിഞ്ഞ് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സാധനം. സെർവിക്കൽ എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ അവിടുത്തെ വെർട്ടിബ്രേ, ബാക്ക് ബോണിനെയാണ് സെർവിക്കൽ വെർട്ടിബ്രേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് തൊറാസിക് വെർട്ടിബ്രേ എന്ന് പറയാം. തൊറാസിക് വെർട്ടിബ്രേ 12 എണ്ണം ഉണ്ട്. കൗണ്ട് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുടെയൊക്കെ ബാക്കിൽ ഇങ്ങനെ തൊട്ട് പോയാൽ 12 എണ്ണം ഉണ്ട്. ആ 12 എണ്ണത്തില് അഞ്ചാമത്തെ വരുമ്പോഴാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവണേ. ഓക്കെ, now coming to C-shaped cartilaginous rings ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫിഫ്ത്ത് thoracic vertebrae ആവുമ്പോഴാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് വരുന്നത്. This is C-shaped cartilaginous ring is to prevent the collapsing of the trachea. And internally, ഈ full trachea ഉള്ളില് it is going to be lined by cilia and mucus. Full and full it is lined by cilia and mucus. If you see the ഇങ്ങനെ ഉണ്ടോ, ട്രക്കിയയുടെ ഉള്ളിൽ എടുത്ത് കാണിക്കുകയാണ്. ഈ സൈഡിൽ it is lined by cilia, and here lot of mucus is there, and this is to trap the dust particles നെ trap ചെയ്തിട്ട് ഇല്ലാണ്ടാക്കാനാണ്. Okay, now coming to internally it is lined by cilia and mucus to trap the microorganisms and dust particles. Now coming to bronchi, fifth thoracic cavity ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിന്ന് നമ്മൾ പറഞ്ഞു. ലെഫ്റ്റ് ബ്രോങ്കൈ, പ്രൈമറി ബ്രോങ്കൈ ഉണ്ട്, റൈറ്റ് പ്രൈമറി ബ്രോങ്കൈ ഉണ്ട്. Bronchi is going to be divided into secondary bronchi, and secondary bronchi is going to be divided into tertiary bronchi എന്നുള്ളത് അറിയാം. എന്നിട്ട് ആ tertiary bronchi bronchioles ആയിട്ട് മാറും, കുട്ടി branches ആയിട്ട് മാറും. And very thin terminal bronchioles are there which are going to end in your alveoli. Branch ചെയ്ത് ultimately ends in the alveoli. Okay, so അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ C-shaped cartilaginous rings ഉണ്ട്? ട്രക്കിയില് C-shaped cartilaginous ഉണ്ട്, ബ്രോങ്കൈയില് cartilaginous rings ഉണ്ട്. അതേ ബ്രോങ്കൈ തന്നെ ഫുൾ അല്ല, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടേർഷ്യറി ബ്രോങ്കൈ, ഇനിഷ്യൽ ബ്രോങ്ക്യോൾസിൽ വരെ C-shaped cartilaginous rings ഉണ്ടാവും. ഫൈനൽ ടെർമിനൽ ബ്രോങ്ക്യോൾസിൽ ഉണ്ടാവില്ല. Terminal bronchioles or alveoli will not have C-shaped cartilaginous rings. Are you all clear with this? മനസ്സിലായോ? Okay, now coming to trachea has ഇവിടെ നോക്കട്ടെ. Yeah, trachea has incomplete C-shaped hyaline cartilaginous rings ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ റെസ്പിറേഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നമ്മൾ ഇതുവരെയും നോക്കാത്ത ഒരു ചേട്ടനുണ്ട്. ആരത്? ഡയഫ്രം. Okay, diaphragm is there. Dome shaped, നമ്മുടെ വയറിന്റെ മുകളിലായിട്ട് ഡോം ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ചേട്ടനാണ് ഡയഫ്രം. വെരി ഇമ്പോർട്ടന്റ് ചേട്ടനാണ്. ആൻഡ് ദിസ് ഇസ് പ്രസന്റ് ഓൺലി ഫോർ മാമൽസ്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ടൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ട് പോയപ്പോഴത്തേക്ക് ഇട്ടതായിരിക്കാനാണ് വഴി. വായിച്ചു പോയപ്പോഴത്തേക്ക് ഈ ഭാഗമായിട്ട് റിലേറ്റഡ് വരും, ഇനിയിപ്പോ വരും ഈ സാധനങ്ങളൊക്കെ. നോക്കട കുട്ടികളെ, ഇതാണ് നമ്മുടെ പടം. Okay, so first and foremost we are going to start with larynx. Okay, first എന്താണ്? larynx. First, we have this particular stuff, which is, ladies and gentlemen, this is larynx. This is a voice box. This is a voice box. And obviously, there is this junction, which is glottis. Glottis has epiglottis. And this is, surrounded by, this is protected by epiglottis, which is a cartilaginous flap. After that, there are C-shaped cartilaginous rings in there, which is for trachea. Trachea is also known as windpipe. Trachea is also known as windpipe. Fifth thoracic cavity, this is dividing. Fifth thoracic cavity, this is going to divide. This is known as, idana primary bronchi.
This is the secondary bronchi. Okay, sorry, this is the primary bronchi. This is primary bronchi, this is primary bronchi. ഉള്ളിലേക്ക് കയറി, ലങ്സിന്റെ ഉള്ളിലേക്ക് കയറി. And after which it is going to divide. Secondary bronchi is again going to divide into tertiary bronchi and bronchioles. അങ്ങനെ കുട്ടിയായിട്ട് വരും. Okay, all right. So this is the left lung and this is the right lung എന്ന് നമുക്കറിയാം. ഈ left lung ന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is going to have two chambers. Okay, എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലങ്സിൽ there is a deep ഒരു fissure ഉണ്ട്. ഒരു fissure, ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലത്തെ ഉണ്ട്. Okay, ഒരു this is known as ഒരു oblique fissure. Oblique fissure is there. Okay, which is going to divide the lung into superior and inferior lobe. This is superior lobe and this is inferior lobe. Who is dividing it? Oblique fissure is dividing it. All right. Okay, ഇത്രയും മനസ്സിലായോ? അതേ സമയം right lung നെ നോക്കടാ കുട്ടികളെ. Right lung has two fissures like this. One is the oblique fissure. ചെരിഞ്ഞിട്ടുള്ള oblique fissure is there. Another is a horizontal fissure. ശരിയാവുന്നില്ല. Horizontal fissure. Okay, oblique fissure കാരണവും I'm going to take a different color. Okay, oblique fissure കാരണവും horizontal fissure കാരണവും lung is divided into 1, 2, 3 parts. Right lung has 3 parts, ladies and gentlemen. Inferior lobe, middle lobe, superior lobe. Inferior lobe, middle lobe, and superior lobe. So we have oblique fissure and horizontal fissure as far as right lung is concerned. Adhe samayam inferior lobe and superior lobe only for the left lung. All right. Now coming to idinte edeyil oru sthalam undu. Now this is known as mediastum. Mediastum. Okay. Yeah, idile there is this left side there is a ഒരു notch പോലത്തെ സാധനം where the heart is cosily placed inside that notch. This is known as a cardiac notch. This is known as a cardiac notch. Okay, now lungs രണ്ട് membranes ഉണ്ട്, membranous coverings ഉണ്ട്. Okay, lung ina oru rendu membranous covering undu. This is one covering and this is another covering. Okay, porathe covering is known as pleural membranes ennaanu paraya. We say that to be pleural membranes. Pleural membranes. Porathe oru pleural membrane undu, agathe oru pleural membrane undu. Porathe pleural membrane is known as parietal pleura. Parietal pleura. ഉള്ളിലത്തെ membrane is known as visceral pleura. പുറത്തത് is parietal pleura, ഉള്ളിലത്തത് is visceral pleura. Between them is a pleural fluid. Between them is a pleural fluid. What is the prayojanam of pleural fluid? It is going to reduce friction. Friction reducing because there is too much of activity happening. No, lungs too much of movement is there. So friction has to be reduced. Adinana pleural fluid എന്ന് പറയുന്ന സാധനമുള്ളത്. ഇത്രയും സാധനം മനസ്സിലായോടെ കുട്ടികളെ? ഈ പടം ഒന്ന് വരച്ച and beneath it is the diaphragm. Beneath it is the diaphragm. ഇത്രയും ഒന്ന് വരച്ച് നോക്കിയോടെ കുട്ടികളെ? Okay. ഈ നോക്കിക്കോ, നമ്മൾ ബ്രോങ്കയിലെത്തി. എന്നിട്ട് ഇനി ആൽവിയോളൈ നോക്കണ്ടേ? ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ ഓരോരോ ടെർമിനൽ ബ്രോങ്കിയോളും they are going to give rise to a number of alveoli. Okay, alveoli എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? thin ആയിട്ടുണ്ടാവും and irregular walls ആയിരിക്കും ഉണ്ടാവുക. thin ആണ്, irregular walls ആയിരിക്കും ഉണ്ടാവുന്നത്. Vascularized bags means it is surrounded by the blood capillaries. Okay, അതിനെയാണ് vascularized എന്ന് പറയുക. And the walls of the alveoli is going to be in very close contact to the capillaries. Exchange of gas നടക്കണത് alveoli ല. എങ്ങനെയാണ് നടക്കണേ? Oxygen is going to move in from the alveoli to the blood. Carbon dioxide is going to move in from the blood to the alveoli. Okay, alveoli is a functional unit of lungs. Please understand, alveoli is the functional unit of lungs. മറക്കരുത്. Okay, now coming to lungs. Lungs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Branching network of bronchi. ഈ ബ്രോങ്കൈന്റെ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ബ്രോങ്കിയോൾസ് ഇവരുടെ കുട്ടി സാധനങ്ങള് they are going to divide ഈ bronchioles and the alveoli ഇത് divide ആയിട്ട് ultimately കുട്ടി സാധനമായിട്ട് മാറും. and the alveoli.
എല്ലാത്തിനെയും ഒന്നിച്ചിട്ടാണ്. അപ്പൊ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ എല്ലാത്തിനെയും ചേർന്നിട്ടാണ് ലങ്സ് എന്ന് പറയാം. ദിസ് ഇസ് സിറ്റുവേറ്റഡ് വെയർ ഇൻസൈഡ് ദ thoracic cavity. രണ്ട് ലങ്സിന്റെ they are very spongy and elastic ആയിട്ടുണ്ട്. Because it has to vesicle-fy and churungal-fy. Vesicle-fy and churungal-fy. For that it is elastic in nature. Okay, and this is covered by a double layered membrane. We already discussed that. Pleura, pleural membranes in the ഇടയിൽ, okay, parietal pleura and അതേപോലെ visceral fluid. അതിന്റെ ഇടയിൽ we have pleural fluid which is reducing friction. Okay, outer pleural membrane is going to be in contact with the thoracic lining അല്ലെ. outer എങ്ങനെ ഉണ്ടാവും? ഇത് outer ആണെന്ന് വിചാരിച്ചോ, ആൻഡ് ഇന്നർ ഇതാണെന്ന് വിചാരിച്ചോ. ഇന്നർ എന്തുണ്ടാവും? ഇന്നർ ആരുടെ കോൺടാക്റ്റിലാണ് ഉള്ളത്? ഇന്നർ പ്ലൂറൽ മെമ്പറൈൻ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ലങ് സർഫസ്. ഒറിജിനൽ ലങ് സർഫസ് ഇവിടെയാണ്. ആ ലങ് സർഫസുമായിട്ടായിരിക്കും കോൺടാക്റ്റിൽ ഉണ്ടാവും ഇന്നർ സർഫസ് എന്ന് പറയുന്നത്. ഔട്ടർ ആരായിട്ടുണ്ടാവും? സി റിബ്സ് ആർ ദേർ നോ, ഇങ്ങനെ ആ റിബ്സ് ആയിട്ട് കോൺടാക്ട് ആവണത് ഔട്ടർ layer. You got the idea, right? Outer layer is going to be in contact with the ribs, thoracic cavity ആയിട്ടായിരിക്കും കണക്ട് ആയിട്ടുണ്ടാവുക. റിബ്സ് അല്ല, ഒബ്വിയസ്ലി ഉള്ളിൽ മസിൽസ് ആണ് there. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ ഉണ്ട്, അവ ആ thoracic ലൈനിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അതേസമയം ഇന്നർ പ്ലൂറൽ മെമ്പറൈൻ is going to be in connection with the lung surface. റൈറ്റ് ലങ്ങിന് 3 lobes ഉണ്ടാവും, ലെഫ്റ്റ് ലങ്ങിന് 2 lobes ആയിരിക്കും ഉണ്ടാവുന്നത്. റൈറ്റ് ലങ്ങിന്റെ ലോബ്സിന്റെ പേരെന്താ? സുപ്പീരിയർ ലോബ്, മിഡിൽ ലോബ് ആൻഡ് ഇൻഫീരിയർ ലോബ്. മറ്റേ ലെഫ്റ്റ് ലങ്ങിന്റെ പേരെന്താ? സുപ്പീരിയർ ലോബും ഇൻഫീരിയർ ലോബും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ which is what external nostrils. Okay, നമ്മൾ പറഞ്ഞു കണ്ടക്ടിങ് പാർട്ട് എന്താണ്, അതേപോലെ തന്നെ റെസ്പിറേറ്ററി പാർട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now coming to another important part of respiration which plays a very important role, diaphragm. Diaphragm is a dome shaped ആയിട്ടുള്ള beams ആണ്. Okay, here what is happening? ഈ dome shapes ആണ് എന്താ ചെയ്യാ? This is separating the thoracic cavity from the abdomen. വയറുള്ള പാർട്ടിനെ thoracic cavity തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണതാണ് ഡയഫ്രത്തിന്റെ മെയിൻ പണി. Okay, so thoracic cavity വന്ന് തീരുന്നത് ഡയഫ്രത്തിലാണ്. This marks the end of the thoracic cavity and this is highly muscular in nature. Lung is going to rest in the diaphragm. സമാധാനമായിട്ട് അതിന്റെ മുകളിലേ ഇരിക്കണ ആള്. And contraction and expansion of the diaphragm ആണ് ലങ്സിന്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡയഫ്രം കോൺട്രാക്റ്റും എക്സ്പാൻഡും ചെയ്യും. ആ ഡയഫ്രം കോൺട്രാക്റ്റും എക്സ്പാൻഡും ചെയ്യുമ്പോൾ ലങ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്ക് ലങ്സ് എങ്ങനെയാ വലുതാവുകയും ചെറുതാവുകയും ചെയ്യണേ? സി ഇത് ലങ്സ് ആണെന്ന് വിചാരിച്ചോ, ഡയഫ്രം താഴേക്ക് പോയി കഴിഞ്ഞാൽ ലങ് ഇസ് ഗോയിങ് ടു എക്സ്പാൻഡ്. ഓക്കെ, അതേസമയം ഡയഫ്രം മുകളിലേക്ക് വന്നു വിചാരിച്ചു, ലങ് ഇസ് ഗോയിങ് ടു churungal-fy. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് ലങ് ഇസ് ഗോയിങ് ടു എക്സ്പാൻഡ് ആൻഡ് ബിക്കം സ്മോൾ, contract and expand because of the contraction and expansion of the diaphragm. Are you all clear with this, ladies and gentlemen? Okay, simple. ബാക്കിയുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ one breathing cycle is known as pulmonary cycle. Breathe in and breathe out together is known as pulmonary ventilation or pulmonary cycle. Generally ഒരു breathing cycle is 5 seconds. അപ്പൊ നമുക്ക് ഒരു മിനിറ്റിൽ ഏതാണ്ട് 12 to 16 cycles ആണ് കവർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, do you remember steps of respiration? എന്തൊക്കെയാണെന്ന് 10th പഠിച്ചത് ഓർമ്മയുണ്ടോ? നഹി 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 മറ്റേ പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു, all those things, or we will take it up tomorrow. Okay, അതിൽ കുറച്ച് കോൺസെപ്റ്റ്സ് പറഞ്ഞു തരണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല അത്. ഓക്കെ,